ഇനി അടുത്ത വാർത്തയിലേക്ക് പോയാൽ, അതായത് മദ്യപിച്ച് ബഹളം വെക്കുന്നത് നമ്മൾ സ്ഥിരം കാണാറുള്ള കാഴ്ചകളാണ്. കാരണം മദ്യപിക്കുന്ന ആൾക്കാർക്ക് ബഹളം വെച്ചില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്. എല്ലാ ആൾക്കാരും ഇല്ല, ചില ആൾക്കാർ ഒരു പരിധി വിട്ട് കഴിയുമ്പം അവർക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ എന്തോ അവരുടെ ഹോർമോണിലുണ്ടാകുന്ന ചേഞ്ചസ് ആയിരിക്കാം, പെട്ടെന്ന് വഴക്കുണ്ടാക്കും. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും വീടുകളിലാണെങ്കിലും മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അടി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സിനിമയിലാണെങ്കിലും കണ്ടിട്ടുണ്ട്, മദ്യപിച്ച് വന്നിട്ട് ഭാര്യ അടിക്കുന്നു, തൊഴിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമയിൽ നമ്മൾ കുറേയധികം കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉള്ളതാണ്. നിത്യജീവിതത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മദ്യപിച്ച് ബഹളം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ വിമാനം തിരിച്ചിറക്കിയിരിക്കുകയാണ്. അദ്ദേഹം ബഹളം വെച്ചതിന് എത്രയോ യാത്രക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്നത്. എന്താണത്? ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട വിമാനം യാത്രക്കാരൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് തിരിച്ചിറക്കി. പോലീസ് എത്തി യാത്രക്കാരനെ കൊണ്ടുപോയതിനു ശേഷമാണ് വിമാനം വീണ്ടും പുറപ്പെട്ടത്. ഞായറാഴ്ച പുലർച്ചെ 1:30 ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഫ്ലൈ ദുബായ് വിമാനത്തിൽ വെങ്ങര സ്വദേശിയായ യാത്രക്കാരനാണ് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതെന്ന് സഹയാത്രികർ പറഞ്ഞു. വിമാനം ദുബായിൽ നിന്ന് പുറപ്പെട്ട ശേഷവും ഇയാൾ ബഹളം തുടർന്നു. മറ്റ് യാത്രക്കാർക്ക് ശല്യമായതോടെ വിമാനം തിരികെ ഇറക്കുകയായിരുന്നു. യാത്രക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഇയാളെ ദുബായ് പോലീസ് കൊണ്ടുപോയത്. അപ്പം വിമാനം വരെ ഇറക്കാൻ അത്രയ്ക്കും യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞായറാഴ്ച ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട ഫ്ലൈറ്റിലാണ് വേങ്ങര സ്വദേശിയായിട്ടുള്ള യാത്രക്കാരൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയിരിക്കുന്നത്. അയാളുടെ കാരണം മറ്റ് സഹയാത്രികർക്ക് ബുദ്ധിമുട്ട്. അതായത് മദ്യപിച്ച് ബഹളം വെക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ ഒരാൾ പ്രതികരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോൾ അക്രമാസക്തനാവാം, ചിലപ്പോൾ നല്ല അസഭ്യമായ ഭാഷകളൊക്കെ ആയിരിക്കാം വരുന്നത്. അപ്പം എങ്ങനെയാണെന്നറിയില്ല. അദ്ദേഹം എന്തായാലും ബഹളം വെച്ചതിനെ തുടർന്ന് യാത്രക്കാർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് വിമാനം എന്തായാലും തിരിച്ചിറക്കിയിരിക്കുകയാണ്. ഒരു മദ്യത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? മദ്യത്തിന്റെ ഉള്ളിൽ പോലെ നമ്മൾ മദ്യം ചെല്ലുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതെ, എന്തായാലും നല്ലൊരു കാര്യം തന്നെ. ഇപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയൊക്കെ ഫ്ലൈറ്റിൽ കേറ്റാതിരിക്കുക, അതാണ്.